ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് സെലക്ട് XT5042 എന്ന ടൈമറിന്റെ സൈക്ലിക് മോഡ് ഓപ്പറേഷൻ ആണ്. സൈക്ലിക് മോഡ് ഓപ്പറേഷന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ച ഓൺ ടൈം നേരത്തേക്ക് ഇത് ടൈമറിന്റെ റിലേ ഓൺ ആയിരിക്കുകയും പ്രീസെറ്റ് ചെയ്ത് വെച്ച ഓഫ് ടൈം നേരത്തേക്ക് ടൈമറിന്റെ റിലേ ഓഫ് ആയിരിക്കുകയും ചെയ്യും. അത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടേയിരിക്കും. അടുത്ത ടൈമിൽ അടുത്ത സൈക്കിളിൽ വീണ്ടും റീസെറ്റ് ചെയ്തു വെച്ച ഓൺ ടൈം നേരത്തേക്ക് ടൈമറിന്റെ റിലേ ഓൺ ആവുകയും പിന്നെ ഓഫ് ടൈം നേരത്തേക്ക് ടൈമറിന്റെ റിലേ ഓഫ് ആവുകയും ചെയ്യും. ഇത് കണ്ടിന്യൂസ്ലി ഓണ് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. അത് ഏതുവരെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയാണോ നമ്മൾ ഇതിൽ പ്രീസെറ്റ് ചെയ്തു വെച്ചത് അത്രയും നേരത്തേക്ക് ഈ ടൈമർ ഓൺ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ആ സ്റ്റാർട്ട് ടൈം എത്രയാണോ നമ്മൾ കൊടുത്തത് അതിന് ശേഷമാണ് ഈ ഓൺ ഓഫ് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. അതുപോലെ സൈക്ലിക് മോഡ് ഓപ്പറേഷൻ തന്നെ രണ്ട് മോഡ് ഉണ്ട്. സൈക്ലിക് ഓൺ മോഡും സൈക്ലിക് ഓഫ് മോഡും. സൈക്ലിക് ഓൺ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് ഓൺ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഓഫ് ടൈം നടക്കും, വീണ്ടും ഓൺ ഓഫ് അങ്ങനെ നടക്കും. സൈക്ലിക് ഓഫ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് ഓഫ് ടൈം ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഓൺ ആവും, പിന്നെ വീണ്ടും ഓഫ് ആവും, ഓൺ ആവും, ഓഫ് ആവും, ഓൺ ആവും, അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സൈക്ലിക് മോഡിൽ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് പോകാം. ടൈമർ സൈക്ലിക് മോഡിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രോഗ്രാമിംഗ് മോഡിലേക്ക് പോകേണ്ടതുണ്ട്. പ്രോഗ്രാമിംഗ് മോഡിലേക്ക് പോകുന്നതിനായിട്ട് ഇൻക്രിമെന്റ് ബട്ടണും എൻ്റർ ബട്ടണും പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ലോക്ക് ചോദിക്കും. ലോക്ക് ഡിഫോൾട്ട് 0 ആണ്. 0 കൊടുത്തതിന് ശേഷം അത് റിലേ 1 മോഡ് സൈക്ലിക് ഓൺ എന്നാക്കണം. സൈക്ലിക് ഓൺ എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വീണ്ടും നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് തിരിച്ചു വരുന്നതിനായിട്ട് ഇൻക്രിമെന്റ് ബട്ടണും എൻ്റർ ബട്ടണും പ്രസ് ചെയ്ത് പിടിക്കണം. ഇപ്പോൾ നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കാണിക്കുന്നത് സ്റ്റാർട്ട് ടൈം, ആ 5 എന്ന് കാണിക്കുന്നത് താഴെയുള്ള 5 കാണിക്കുന്നത് സ്റ്റാർട്ട് ടൈമിന്റെ സെറ്റ് ടൈമാണ്. അതിന്റെ റണ്ണിങ് ടൈമാണ് മുകളിലുള്ള റെഡിൽ 5 കാണിക്കുന്നത്. ഇനി സ്റ്റാർട്ടും ഓൺ ടൈമും ഓഫ് ടൈമും ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. സെറ്റ് 1 ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ടൈം 1 സ്റ്റാർട്ട് എന്ന് വരും. അതിൽ നമുക്ക് സ്റ്റാർട്ട് ടൈം ഇതുപോലെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 5 തന്നെ കൊടുക്കുന്നുണ്ട്, അത് എൻ്റർ ചെയ്തു. ഇനി ഓൺ ടൈം 7 എന്നും എൻ്റർ ചെയ്യുകയാണ്. ഓൺ ടൈം 7 എന്നും എൻ്റർ ചെയ്തിട്ട് അതേപോലെ ഓഫ് ടൈം ചോദിക്കുന്നുണ്ട്. ഓഫ് ടൈം ഞാൻ 10 എന്ന് എൻ്റർ ചെയ്യുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് പുഷ് ബട്ടൺ നോക്കിയിട്ട് ഇത് റൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ടൈം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ടൈം കഴിഞ്ഞതിന് ശേഷം ഓൺ ടൈമിൽ നേരത്തേക്ക് റിലേ ഓൺ ആയിട്ട് ബൾബ് ഓൺ ആയിട്ടുണ്ട്. വീണ്ടും ഓഫ് ടൈം നേരത്തേക്ക് ബൾബ് ഓഫ് ആയിട്ടുണ്ട്. വീണ്ടും ഓൺ ടൈം നേരത്തേക്ക് ബൾബ് ഓൺ ആയിട്ടുണ്ട്. ഓൺ ടൈം നേരത്തേക്ക് റിലേ ഓൺ ആയതുകൊണ്ട് ബൾബ് ഓൺ ആയിട്ടുണ്ട്. വീണ്ടും ഓഫ് ടൈം നേരത്തേക്ക് ബൾബ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് സൈക്കിൾ ടൈം എത്രയാണോ കൊടുത്തത് അത്രയും ടൈമിലേക്ക് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ ഇടയിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിലേട്ട് റീസെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും, സ്റ്റോപ്പ് ചെയ്യും, ആ പ്രോസസ്സ് നിൽക്കും, റീസെറ്റ് ആവുന്നതാണ്. ഇനി വീണ്ടും സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ടൈം കഴിഞ്ഞതിന് ശേഷം ഓൺ ആവുന്നതായിരിക്കും, റിലേ ഓൺ ആവുന്നതായിരിക്കും. റിലേ ഓൺ ടൈം നേരത്തേക്ക് ഓൺ ആവുന്നതായിരിക്കും. ഓൺ ടൈം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓഫ് ടൈം നേരത്തേക്ക് റിലേ ഓഫ് ആകുന്നതായിരിക്കും. റിലേ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടേയിരിക്കും. അത് എത്ര സൈക്കിളാണോ കൊടുത്തത് അത്രയും സൈക്കിൾ നേരത്തേക്ക് ഇത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടേയിരിക്കും.
ഇപ്പോൾ നമ്മൾ കാണുന്നത് സൈക്ലിക് ഓൺ മോഡിലാണ്. അതായത് ആദ്യം ഓൺ ആണ് നടക്കുക, പിന്നെ ഓഫ്, അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് സൈക്ലിക് ഓഫ് മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. സൈക്ലിക് ഓഫ് മോഡിലേക്ക് അതിന് വേണ്ടിയിട്ട് സൈക്ലിക് ഓഫ് മോഡിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ ബട്ടണും ഇൻക്രിമെന്റ് ബട്ടണും എൻ്റർ ബട്ടണും പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലോക്ക് ഡിഫോൾട്ട് 0 ആണ്, അത് 0 കൊടുത്തതിന് ശേഷം സൈക്ലിക് റിലേ 1 മോഡ് സൈക്ലിക് ഓഫ് ആക്കുക. ഓഫ് എന്ന് കൊടുത്തിട്ട് അത് എൻ്റർ ചെയ്യുക. ഇനി വീണ്ടും നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് തന്നെ വന്നിട്ട് ഇത് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് ഇപ്പോൾ ഇൻക്രിമെന്റ് ബട്ടണും എൻ്റർ ബട്ടണും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ടൈം നേരത്തേക്ക് റിലേ ഓഫ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി ആദ്യം വരുന്നത് ഓഫ് ടൈമാണ്. ഇപ്പോൾ 10 സെക്കൻഡ് ഓഫ് ടൈം കൊടുത്തത് ഓഫ് ടൈം നേരത്തേക്ക് റിലേ ഓഫ് ആയിട്ടിരിക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം റിലേ ഓൺ ആവുന്നതായിരിക്കും. 7 സെക്കൻഡ് നേരത്തേക്ക് വീണ്ടും ആ ഓൺ ടൈം നേരത്തേക്ക് വീണ്ടും റിലേ ഓൺ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഓഫ് ടൈം നേരത്തേക്ക് റിലേ ഓഫ് ആയിട്ട് ബൾബ് ഓഫ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുക സൈക്ലിക് മോഡിൽ. അപ്പോൾ ഇങ്ങനെയാണ് സൈക്ലിക് മോഡിൽ ടൈമർ റൺ ആവുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വർക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.